ഈ മഞ്ചേരി മണ്ഡലത്തിന് സന്തോഷമേകുന്ന റിസൾട്ട് ആയിരിക്കും നമുക്ക് നൽകാൻ സാധിക്കുക. ഇടതുപക്ഷത്തിന് വേണ്ടി കൈപ്പൊക്കാൻ മഞ്ചേരിയിൽ നിന്നൊരു MLA, അത് ഇടതുപക്ഷത്തിന്റെ MLA ആയിട്ട് സഖാവ് മുസ്തഫ ഉണ്ടാകും. ഇരു മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടെ മഞ്ചേരിയിലെ തെരഞ്ഞെടുപ്പ് ഗോദ കൂടുതൽ സജീവമായിരിക്കുകയാണ്. വലിയ പ്രവർത്തന മികവോട് കൂടെയാണ് പ്രവർത്തകരെല്ലാം ആവേശത്തോടു കൂടെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വരവേൽക്കുന്നത്. ചാനൽ 2 പ്രേക്ഷകരോടൊപ്പം ഇടതുപക്ഷ സ്ഥാനാർത്ഥി VM മുസ്തഫ കൂടെയുണ്ട്. എന്തായാലും പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തോടു കൂടെ ഇന്നൊരു റോഡ് ഷോയോട് കൂടെ പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണല്ലോ. മൊഞ്ചുള്ള മഞ്ചേരിയുടെ ശബ്ദമായി വരുന്ന നാളുകളിൽ താങ്കളെ നിയമസഭയിൽ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും അതിന്റെ ഒരു ആവേശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതലേ ഒരു വലിയൊരു ജനസാഗരം തന്നെയാണ് ഈ മണ്ഡലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒറ്റക്കെട്ടായ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, ഈ മണ്ഡലം ഇടതുമുന്നണി പിടിച്ചിരിക്കും. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഈ മണ്ഡലത്തിൽ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ. അത് തീർച്ചയായിട്ടും ഞങ്ങളെ സാധിക്കുന്നതിൽ യാതൊരു സംശയമില്ല. എങ്ങനെയുണ്ട് മണ്ഡലത്തിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിൽ ജനങ്ങളുമായി സംവദിക്കുമ്പോൾ എന്താണ് അവരുടെ പ്രതികരണം? എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൊണ്ട്, ജാതി മത രാഷ്ട്രീയ ഭേദം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൊണ്ട് തന്നെയാണ് ഈ മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിന് കൂടെ വന്നിട്ടുള്ളത്. നമുക്കറിയാം, എല്ലാ ഘടകകക്ഷികളുടെ നേതാക്കന്മാരും ഞങ്ങൾ കൂടെ ഉണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു റിസൾട്ട് നല്ലൊരു റിസൾട്ട് ആയിരിക്കും. ഈ മഞ്ചേരി മണ്ഡലത്തിന് സന്തോഷമേകുന്ന റിസൾട്ട് ആയിരിക്കും നമുക്ക് നൽകാൻ സാധിക്കുക. നമ്മളോടൊപ്പം CPIM ഏരിയ സെക്രട്ടറി ഫിറോസ് ബാബു കൂടെയുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വർഷത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ആത്മവിശ്വാസം? കടുത്ത ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. കേരളത്തിലെ ഭരണം വീണ്ടും തുടരണം എന്നുള്ള ആഗ്രഹം കേരളത്തിലെ ജനങ്ങളോടൊപ്പം തന്നെ മഞ്ചേരിയിലെ ജനങ്ങൾക്കുണ്ട്. കേരളത്തിലെ ജനങ്ങൾ വളരെ മുന്നേറുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തോടൊപ്പമല്ല മഞ്ചേരിയിലെ MLA എന്നുള്ളത് കൊണ്ട് അതിലെ ചില പ്രയാസങ്ങൾ മഞ്ചേരിയുടെ വികസന കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് ഇടതുപക്ഷത്തോടൊപ്പം ഈ ഭരണം പിടിക്കുന്നതോടൊപ്പം തന്നെ അതിന് കൈപ്പൊക്കാൻ, ഇടതുപക്ഷത്തിന് വേണ്ടി കൈപ്പൊക്കാൻ മഞ്ചേരിയിൽ നിന്നൊരു MLA, അത് ഇടതുപക്ഷത്തിന്റെ MLA ആയിട്ട് സഖാവ് മുസ്തഫ ഉണ്ടാകും. ആ മുസ്തഫക്ക് വലിയ സ്വീകാര്യതയാണ് ഇന്ന് മണ്ഡലത്തിലാകെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ഭാഗങ്ങളിലൊക്കെ ആ തരത്തിലുള്ള പിന്തുണ ലഭ്യമാകുന്നു. കാണുന്ന ആളുകൾ, പറയുന്ന ആളുകൾ, വിളിക്കുന്ന ആളുകൾ, സംസാരിക്കുന്ന ആളുകൾ എല്ലാം നല്ല പിന്തുണയാണ് നൽകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് നേടുക തന്നെ ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. മാത്രമല്ല, ഇവിടുത്തെ മുസ്ലിം ലീഗിന് അകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിനകത്തിനായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മലപ്പുറം ജില്ലക്കകത്ത് മുസ്ലിം ലീഗിനകത്തും കടുത്ത ഭിന്നതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തങ്ങളൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയാൽ പാണക്കാട്ട് തങ്ങളുടെ വാക്കിന് അപ്പുറത്തൊരു വാക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി. വനിതകൾ, പഴയകാല അതിന്റെ ഉജ്ജ്വലമായ നേതാക്കന്മാർ എല്ലാം തന്നെ വലിയ രീതിയിലെ അസംതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുകയാണ്. ആ പരസ്യമായ പ്രകടനം ഈ മഞ്ചേരിയിലും അലയൊലിക്കുന്നുണ്ട്. മഞ്ചേരിക്കകത്തും ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ, അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ അമർഷം നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായ, വളരെ അച്ചടക്കത്തോടും വളരെ സൈലന്റായും വളരെ ഐക്യത്തോടും കൂടിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മഞ്ചേരിയിലും ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എണ്ണുമ്പോൾ മഞ്ചേരിയിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കത്തിൽ തന്നെ മഞ്ചേരിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ നെഞ്ചേറ്റുന്ന ഒരു സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അദ്ദേഹം അതിവേഗം മുന്നിൽ തന്നെയാണ്. വലിയ ആത്മവിശ്വാസമാണ് ഇക്കാലം അത്രയും പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച VM മുസ്തഫ നമ്മളുമായി പങ്കുവെക്കുന്നത്. മഞ്ചേരിയിൽ നിന്ന് വിജയിച്ചുകൊണ്ട് മൊഞ്ചുള്ള മഞ്ചേരിയുടെ ശബ്ദമാവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. മഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 മഞ്ചേരി. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.